ആം ആദ്മി പാർട്ടി പാതിവില തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും ജില്ലാ ഘടകങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലും ജില്ലാ കമ്മിറ്റി ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ.ഒ. റോയിയെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കേരളം ഒരു തട്ടിപ്പിൻ്റെ നാട് കൂടിയാണ്. ഇത് കാലാകാലങ്ങളായി പണ്ടൊക്കെ ആട് തേക്ക് മാഞ്ചിയം എന്നൊക്കെ പേരിൽ വൻ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. സ്വർണ്ണ കള്ളക്കടത്തും കരിമണൽ കടത്തും ഒക്കെ നടക്കുകയാണ്. ഒരുപക്ഷെ കരിമണൽ കടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിൻ്റെ മൊത്തം കടം വീട്ടാൻ ആ കടത്തിൻ്റെ പണം മതിയാകും എന്നാണ് ഞങ്ങൾ നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ സാധാരണ ജനങ്ങളെ ഈ പാതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തുകൊണ്ട് പറ്റിക്കാൻ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ധാരാളം പേരെ അതിനിരയാക്കിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ഭരണകൂടമോ ഇവിടുത്തെ സർക്കാർ മെഷീനറിയോ എല്ലാം നോക്കുകുത്തികളായി സാമാന്യ ജനങ്ങളെ കൊടിയ വഞ്ചനയും പറ്റിപ്പുമാണ് അതിൻ്റെ മറവിൽ നടന്നത്. ഏതാണ്ട് 1000 കോടിയിലധികം രൂപ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആൾക്കാരുടെ കയ്യിൽ നിന്നും പറ്റിച്ചെടുത്തിരിക്കുകയാണ്. ഇത്ര യഥേഷ്ടം പറ്റിക്കാനായിട്ട് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഒരുക്കി കൊടുക്കുന്നത് അതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഇവിടുത്തെ ഭരണകൂടം തന്നെയാണ്. പിന്നെ പ്രതിപക്ഷ പാർട്ടികളും മറ്റു പാർട്ടികളും എല്ലാം തന്നെ ഈ വ്യാപകമായ തട്ടിപ്പിന് കൂട്ടുനിൽക്കുക. ഇതാണ് ആം ആദ്മി പാർട്ടി ഇവിടെ ഉന്നയിക്കുന്ന ഗുരുതരമായ വിഷയം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രൈംബ്രാഞ്ചും ഇഡിയും കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ ചുവട് പിടിച്ചാണ്. പക്ഷെ ഇതെല്ലാം ഈ പറയുന്നത് പോലെ സ്വർണ്ണ കള്ളക്കടത്തും കരിമണൽ കടത്തും ഒക്കെ എങ്ങനെയാണോ തേഞ്ഞു മാഞ്ഞു പോകുന്നത് അതേപോലെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും പണം തട്ടിയെടുത്ത് ഏതാണ്ട് 1000 കോടിയിലധികം രൂപ തട്ടിയെടുത്തിട്ട് ഈ മാധ്യമങ്ങൾക്ക് പോലും ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ വന്നിരിക്കുക. ഇത് ജനാധിപത്യമാണോ? ഇത് പണാധിപത്യമല്ലേ? അപ്പോൾ ആ നിലയിൽ വളരെ ഗുരുതരമായ ഒരു വിഷയം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ നേതൃത്വം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം വളരെ ഗൗരവമായ ഈ വിഷയം അത് ഗുരുതരമായ ഭരണവീഴ്ചയെന്നും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും ഇഡിയും കേസെടുത്തിട്ടുള്ളത് ഒരു പഴിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. പണം ഒരു പൈസ പോലും തട്ടിയെടുത്തിരിക്കുന്ന പണം അത് തിരികെ അതിന് ഉടമസ്ഥർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിനിവിടുത്തെ ഭരണകൂടം പ്രാപ്തമാണോ എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ചോദ്യം. ഇവിടെ ഇഡി അന്വേഷിച്ചാലും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും ഉടമസ്ഥൻ്റെ പൈസ തട്ടിയെടുത്തിരിക്കുന്ന പണം തിരികെ കിട്ടുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം, അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്ക അതാണ്. അപ്പോൾ അത് രാഷ്ട്രീയപരമായ ഇടപെടലാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ സ്വതന്ത്രമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായ തട്ടിപ്പ് നടത്താൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ 1 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ പറ്റുമോ? അതിന് നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മളെ സഹായിക്കുമോ? ഈ ഘട്ടത്തിലാണ് കോടിക്കണക്കിന് രൂപ, അത് 1000 കോടിയിലധികം എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിലുണ്ടാവും, കണക്കില്ലാത്തതുണ്ട്. അപ്പോൾ അതിനകത്ത് അവരുടെ പണം കണ്ടുകെട്ടുമെന്നൊക്കെ പറഞ്ഞു. ആരുടെ പണം കണ്ടുകെട്ടുന്നു? ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ അത് ഭരണപ്രതിപക്ഷമില്ലാതെ എല്ലാവരുടെയും അറിവോടും അവരുടെയൊക്കെ പേരുകളും ചാനലുകളിലൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കല്ലേ? അപ്പോൾ സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും ഒരേ രീതിയിൽ ഇതിനകത്ത് പങ്കാളികളായതുകൊണ്ടാണ് ഇത്ര യാതൊരു നിയന്ത്രണവുമില്ലാതെ ആർക്കും ചോദ്യം ചെയ്യാനില്ലാതെ വ്യാപകമായ തട്ടിപ്പ് നടന്നിരിക്കുന്നു. അതൊരു വാർത്ത പോലും ആകാൻ വേണ്ടത്ര നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം ശുദ്ധമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയും രാഷ്ട്രീയ ബോധത്തിലും ഒക്കെ നമ്മൾ വളരെ മുന്നിലാണെന്ന് പറയുന്നു. പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ വഞ്ചിക്കപ്പെടുകയും പറ്റിക്കപ്പെടുകയും ചെയ്യുന്നത് നിർബാധം തുടരുകയാണ്. എന്ത് രസകരമായ തട്ടിപ്പാണ്! പാതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നു, വാഹനങ്ങൾ കൊടുക്കുന്നു, എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുന്നു.
സർക്കാരും സർക്കാർ സംവിധാനങ്ങളും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അതിനകത്ത് പങ്കുകാരാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നാണ് ജനങ്ങളെ പറ്റിക്കുന്നത്. വൻ തട്ടിപ്പാണിത്. അപ്പോൾ അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഇതിനെതിരെ ഗൗരവതരമായ അന്വേഷണം നടക്കുകയും കുറ്റവാളികളെ കണ്ടെത്തി ഈ പണമെല്ലാം തിരികെ ജനങ്ങൾക്ക് കൊടുക്കാനും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആം ആദ്മി പാർട്ടി ഈ തട്ടിപ്പിനിരയായ ആളുകളോടൊപ്പം എന്നും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. രാഷ്ട്രീയ പിൻബലത്തിലാണ് ഈ തട്ടിപ്പുകളെല്ലാം കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ തിരിയേണ്ടത് നിലനിന്നു പോകുന്ന ഈ രാഷ്ട്രീയ വ്യവസ്ഥിതിക്കെതിരെ ഞങ്ങളുടേതുപോലെ ആം ആദ്മിയുടേതുപോലെ ഒരു പാർട്ടി ഇവിടെ വരികയല്ലാതെ ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് കേരളത്തിൻ്റെ ഈ തട്ടിപ്പിൻ്റെ ചരിത്രം മാത്രം ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമാകും.